ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മുഫുക്കുട്ടിയല്ല കേട്ടോ മൈലാഞ്ചി ഇടാനായിട്ട് ഏറ്റിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതൊരു കല്യാണത്തിനും അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ മൈലാഞ്ചി ഇടയിലിന് ഒരു ഫംഗ്ഷനിക്ക് പോകാറുള്ളതാണ്. അപ്പോൾ ഇന്ന് അവൾക്ക് അവിടെ വേറൊരു വർക്ക് ഉള്ളത് കൊണ്ട് അവൾ രണ്ടനിയത്തിമാരെയും അത് ഏൽപ്പിച്ചു കേട്ടോ. അപ്പം ചെറിയ ആൾ കോളേജിൽ നിന്ന് വരുന്ന സമയം കൊണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞാൽ മോൻ നേരത്തെ ഇനി പോരെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ പിള്ളേർ രണ്ടുപേരും വന്നിട്ടും അച്ഛൻ വരാൻ താമസിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ഈ തയ്ക്കാനൊക്കെ കൊടുത്തത് വാങ്ങിക്കാനും പറക്കാനും കുറച്ച് താമസിച്ചു പോയി. അതിന് പിന്നെ കുഞ്ഞുങ്ങൾ വന്നുകൊണ്ട് ഓരോ കയ്യിലും ഓരോരുത്തർ ഇട്ടോളാന്ന് പറഞ്ഞപ്പം കയ്യിലിടണം, കാലിലൊക്കെ ഇടണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എന്നാ വേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാനപ്പം കുഴിമന്തിയും അൽഫാമും ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. നമുക്ക് രാത്രിയാകുകയല്ലേ പോകുമ്പം, അതുപോലെ എന്തെങ്കിലും എനിക്കിത് കൊടുത്തു വിടണം, കഴിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ പിള്ളേർ പറഞ്ഞു വേണ്ട, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ആ സമയം പോവുകയല്ലേ, അപ്പോൾ ഒത്തിരി നേരമായി. വീട്ടിൽ നിന്ന് എങ്ങനെയാണെങ്കിലും അച്ഛൻ ഇറങ്ങിയപ്പോൾ ഒരു 3:30 ആയാലും സമയമായി കാണും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 4:45 5 മണിയൊക്കെ ആയി. അപ്പോൾ അത് അത്രയും ദൂരമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ചോദിക്കുകയും പറക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പൂച്ച കരയുന്ന പറക്കുന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ സൗണ്ട് കേൾപ്പിക്കാത്തത്. പിന്നെ ഡ്രസ്സ് എടുത്തത് എവിടെ നിന്നാണ്, പിന്നെ സ്വർണ്ണം എടുത്തത് എവിടെ നിന്നാന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം എല്ലാ സ്വർണ്ണം എടുത്തും സീമാട്ടിയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത്, പിന്നെ ആലുക്കാസിൽ നിന്നാണ് സ്വർണ്ണങ്ങൾ എടുത്തതൊക്കെ. അച്ചുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന അപ്പുവാണ്. അപ്പുവിൻ്റെ ജോലി വക്കീലാണ്, എറണാകുളം ഹൈക്കോർട്ടിലാണ് ജോലി. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ അച്ചു ആരാണെന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് എൻ്റെ മോള് തന്നെയാണ്. ഈ 3 എണ്ണത്തിൻ്റെ കൂടെ ഒരാളും കൂടെ. അതുകൊണ്ട് മോളെ പോലെയാണെന്ന് പറയണ്ട, മോള് തന്നെയാണ്. അത്രയ്ക്കും ഇഷ്ടമാണ് ഈ പിള്ളേർക്കാണേലും എനിക്കാണേലും. അതേപോലെ അച്ചുവിൻ്റെ കുടുംബത്തിനും എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമുള്ളൊരു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അച്ചു പഠിക്കുന്ന ആ ഹോസ്പിറ്റലിലാണ് നമ്മുടെ രണ്ടാമത്തെ മോളെയും പഠിപ്പിക്കാനായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കൊച്ചു ചേർത്തതും. അച്ചു അവിടെ തന്നെയാണ് ജോലി, കോട്ടയത്ത്. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അൽഫായെ അവിടെ ചേർത്തത്. പിന്നെ അങ്ങനെയൊക്കെ ആയി. ഇപ്പം കൈ രണ്ടും ഇട്ടു, കാലും കൂടെ ഇടാണമായിരുന്നു. അപ്പം കാലിട്ടുകൊണ്ടിരിക്കുവാണ്. ഒരാൾക്ക് സ്പീഡ് കൂടുതലും ഒരാൾക്ക് സ്പീഡ് കുറവുമാണ്. അന്നപ്പം പാപ്പ ഒരു കൈയുടെ പുറത്ത് 2 കൈയുടെ പുറത്തും കണ്ടിട്ട് അൽഫ 2 കൈയുടെ അകത്തും പിന്നെ അതുപോലെ കാലിലും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്നെടുക്കെന്ന് ചോദിച്ചാൽ പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും, പഞ്ചസാര കഴിഞ്ഞ് നമ്മൾ വെള്ളം തളിച്ച് തേക്കുമല്ലോ. എനിക്ക് പിന്നെ നല്ല പനിയുണ്ട് കേട്ടോ, പനിയും തലവേദനയും. ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും പനി കുറവുണ്ട്, ദേഹത്ത് വേദനയാണ് കുറയാത്തത്. അതേപോലെ തന്നെ മൈഗ്രെയിൻ്റെ തലവേദനയുണ്ട്. അങ്ങനെ എൻ്റെ അച്ചുമോളുടെ കൈയും കാലും എല്ലാം ഫിനിഷായി. വളരെ നാളെയാണ് കല്യാണം. ഇനിയിപ്പം ഞങ്ങൾക്ക് നാളെ കല്യാണത്തിന് പോകണം. അതിനുവേണ്ടി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനും തയ്പ്പിക്കാനും ഒക്കെ കൊടുത്തു, കൊച്ചും അതുപോലെ. അപ്പോൾ 2 കൈയിലും കാലിലൊക്കെ ഇട്ടുന്നുണ്ട് വാരി കൊടുക്കാൻ ഞാൻ പറഞ്ഞു, വാരി കൊടുക്കാൻ പിന്നെ. അപ്പോൾ പപ്പ വാരി തന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ചോറെല്ലാം ഉണ്ടിട്ട് അപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. നല്ല മഴയും. അപ്പോൾ 10 മിനിറ്റ് മഴ കുറയുന്നവരെ നിന്നു. പിന്നെ ഞാൻ പറഞ്ഞു മഴ കുറയുന്നില്ലെങ്കിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അപ്പം അത്രേ ഉള്ളൂ എൻ്റെ അച്ചുമോളുടെ ഈ മൈലാഞ്ചിടിയിലിൻ്റെ ഈ ഇത്. ഇന്ന് വൈകിട്ടാണ് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും നടക്കുന്നത്, മൈലാഞ്ചി ഫങ്ഷൻ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ, അസ്സലാമു അലൈക്കും.